ഹലോ മൈഡീസ്, നമുക്കിന്ന് 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ സംവേദനങ്ങൾക്ക് പിന്നിൽ എന്ന പാഠത്തിലെ അടുത്ത ഭാഗം നോക്കാം. അപ്പോൾ ഇനി നമുക്ക് പഠിക്കേണ്ടത് കണ്ണിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്? ഉദ്ദീപനകൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഉദ്ദീപനകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതികരണം, എന്തിനാണ് പ്രതികരണം, ആ പ്രതികരണം ഉണ്ടാക്കാനുള്ള ആ സാഹചര്യം. നമ്മൾ എന്തെങ്കിലും പ്രതികരണം ഉണ്ടാക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? അവിടെ ഒരു ഉദ്ദീപനം വേണം. അതുപോലെ ബാഹുദ്ദീപനം ഉണ്ട്, ആന്തരോദ്ദീപനം ഉണ്ട് എന്ന് പറഞ്ഞ് ഗ്രാഹികൾ എന്താന്ന് പറഞ്ഞു. എന്താണ് ഗ്രാഹികള്? നമ്മളെ ഉദ്ദീപനങ്ങളെ തിരിച്ചറിയുന്നത് നമ്മൾ എന്തിലൂടെയാണ്? ഗ്രാഹികളിലൂടെയാണ്. അത് കോശങ്ങളോ നാഡിയുടെ അഗ്രങ്ങളോ ഒക്കെ ആവാന്ന് പറഞ്ഞു. പിന്നെ എന്താണ് റിസെപ്റ്റർ പൊട്ടൻഷ്യൽ? അതുപോലെ തന്നെ ആക്ഷൻ പൊട്ടൻഷ്യൽ പറഞ്ഞു. റിസെപ്റ്റർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് ഗ്രാഹി ഒരു ഉദ്ദീപനം തിരിച്ചറിയുമ്പോൾ അവിടെ എന്തുണ്ടാവും? അവിടെ ഒരു വൈദ്യുത സന്ദേശം ഉണ്ടാവും. അത് നമ്മൾ എന്ത് പറയും? റിസെപ്റ്റർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നു പറഞ്ഞു. അതുപോലെ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവണം. ഈ റിസെപ്ഷൻ പൊട്ടൻഷ്യൽ ഭയങ്കര ശക്തമാണെങ്കിൽ അവിടെ എന്താവും? അത് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ആവും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് എന്ത് ചെയ്യും? അത് ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ ന്യൂറോണുകളിലൂടെ ആവേഗങ്ങളായിട്ട് ഇങ്ങോട്ട് പോകും, നമ്മുടെ മസ്തിഷ്കത്തിലോട്ടും. ഇങ്ങോട്ടാണ് അവരെ കൊണ്ടുപോകണം, അങ്ങോട്ട് കൊണ്ടുപോകും. പിന്നെ നമ്മൾ സംവേദനങ്ങൾ എന്താന്ന് പറഞ്ഞു. സംവേദനങ്ങളിലെ പൊതു സംവേദനങ്ങളുണ്ട്, പ്രത്യേക സംവേദനങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇന്ന് പഠിക്കേണ്ടതാണ്, നമുക്ക് കണ്ണിനെ കുറിച്ചിട്ടാണ് പഠിക്കേണ്ടത്. അപ്പോൾ കണ്ണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, നമ്മളെ ബാഹ്യ ലോകത്തെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും, നമുക്ക് പുറത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കാഴ്ചയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? കണ്ണുണ്ടാകുന്നുണ്ട് അല്ലേ? കണ്ണില്ലെങ്കിൽ അറിയാം, കണ്ണിന്റെ വില നമ്മൾ പറയും. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താ പറയാ, ഒരു ഇന്ദ്രിയാണ്. എന്താണ്? എല്ലാ പുറത്തുള്ള ബാഹ്യ ലോകത്തെ എല്ലാ കാഴ്ചകളും കാണിച്ചു തരുന്ന അവയവാണ് കണ്ണ്. അപ്പോൾ ഈ കണ്ണ് ഇങ്ങനെ പുറത്തേക്ക് കാണുന്നതല്ല, ഉള്ളിൽ കുറേ കാര്യങ്ങൾ അവിടെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഈ കണ്ണ് എന്താണ്? നമുക്കൊരു ക്യാമറ പോലെ നോക്കാം. അപ്പോൾ ഈ കണ്ണിതാ നമ്മുടെ ഒരു തലയോട്ടി ഉണ്ടോ? തലയോട്ടി. ഇതിനകത്ത് ഇവിടെ ഭദ്രമായിട്ട് എല്ലുകൾക്കിടയിൽ ഈ ഒരു ദ്വാരത്തില് ഭദ്രമായിട്ടാണ് ഇവിടെ നമ്മളെ കണ്ണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിനെന്താ പറയാന്നറിയോ? ഈ കണ്ണ് നോക്കൊരു കുഴിയാണ് അല്ലേ? ഇവിടെ ഒരു കുഴിയല്ലേ? ഈ കുഴിക്ക് നമ്മൾ പറയും നേത്രകോടരം. അപ്പൊ തലയോട്ടിയിലെ കണ്ണ് സ്ഥിതി ചെയ്യുന്ന ആ ഒരു കുഴി, ആ കുഴിക്ക് നമ്മൾ പറയും നേത്രകോടരം. അപ്പൊ നേത്രകോടരത്തിന്റെ ഉള്ളിലാണ് ഭദ്രമായിട്ട് കണ്ണിരിക്കുന്നത്. ഇനി ഇതാ ഇവിടെ നേത്രപേശികളുണ്ട്. ഇതാണ് നമ്മുടെ കണ്ണ്. ഇവിടെ നോക്ക്, ഇതൊക്കെ എന്താണ്? നേത്രപേശികളാണ്. അപ്പൊ എന്താണ് നേത്രപേശികള്? ഈ കണ്ണിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഈ നേത്രപേശികളാണ്. ഈ പേശികളാണ് കണ്ണിന്റെ നമുക്ക് കണ്ണ് അങ്ങോട്ടും കൊണ്ട് നമുക്ക് ചലിപ്പിക്കാനാവുമല്ലോ അല്ലെ? കണ്ണ് അങ്ങോട്ട് നിൽക്കാനും ഇങ്ങോട്ട് നിൽക്കാനൊക്കെ നമുക്കാവില്ലേ? അതിനൊക്കെ സഹായിക്കുന്ന ആരാണ്? ഈ നേത്രപേശികളാണെന്ന് പറയാം. ഇനി ഇതാ നമ്മുടെ കൺപീലി. കൺപീലി നമുക്ക് എന്തിനാ അറിയാം അല്ലേ? കൺപീലിയുടെ ഉപയോഗം എന്താണ്? നമ്മുടെ കണ്ണിലോട്ട് പൊടിയോ മണ്ണോ ഒക്കെ വരാതിരിക്കാനും നമ്മളങ്ങനെ സംരക്ഷിക്കാനാണ് അല്ലേ കൺപീലി. അപ്പൊ അതും നമുക്കറിയാം. ഇനി കൺപോള. എന്താണ് കൺപോള? കൺപോളയുടെയും തന്നെ ഇതിന്റെ കൺപീലിയുടെ പോലെ തന്നെ കണ്ണിന് എന്താണ്? പൊടിയിൽ നിന്നും അപകടങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കുക ആരാണ്? ഈ കൺപോളയാണ്. ഇനി ഇവിടെ കണ്ണുനീർ ഗ്രന്ഥിയുണ്ട്. അപ്പോൾ ഈ കണ്ണുനീർ ഗ്രന്ഥിക്കും എന്തുണ്ട്? ഒരു പ്രത്യേക, അതായത് അതിനും അതിൻ്റെതായ ഉപയോഗങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കും കള്ളക്കണ്ണീരാണെന്ന് പറയില്ലേ? അപ്പോൾ ഈ കണ്ണീര് എന്താണ്? വെറുതെ അല്ല. ഈ കണ്ണീരിൽ കുറെ കാര്യങ്ങളുണ്ട്. കണ്ണീരിന് ധർമ്മങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ഇനി നേത്രാവരണം. എന്താണ് നേത്രാവരണം അല്ലെങ്കിൽ കൺജക്റ്റീവ എന്ന് നോക്കാം. അപ്പോൾ ഈ കണ്ണിന്റെ കൺപോളകൾ ഉൾപ്പെടെയുള്ള കണ്ണിന്റെ ഈ മുൻഭാഗംല്ലേ, അതിനെ പൊതിഞ്ഞു കാണുന്ന ഒരു സ്ഥലമാണ്. ഒരു പാട് പോലെയാണ് എന്തുള്ളത്? നമ്മളെ നേത്രാവരണം, നേത്രത്തിന്റെ ആവരണം. ആവരണം എന്ന് പറയാൻ എന്താണ്? പിന്നെ പുറത്തുള്ള ഒരു പൊതി എന്ന് കാണിക്കാം, അങ്ങനെയാണല്ലോ നമ്മൾ പറയാം. അപ്പോൾ ഒരു പൊതി പോലെ നമ്മൾ മിഠായിയൊക്കെ പൊതിഞ്ഞിട്ട് മിഠായി കവറിൽ സൂക്ഷിച്ചിരിക്കില്ലേ? അതുപോലെ കണ്ണിന് പൊതിഞ്ഞിട്ട് ഇതാണ് കണ്ണിന്റെ എവിടെ? ഈ കൺപോളകൾ ഉൾപ്പെടെയുള്ള കണ്ണിന്റെ മുൻഭാഗത്ത് കണ്ണിന്റെ ഈ മുൻഭാഗത്ത് നമ്മൾ കണ്ടോ? ഈ കണ്ണിന്റെ എങ്ങനെ ഈ മുൻഭാഗത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കണ ഒരു എന്താ പറയുക സ്ഥലമാണ് നേത്രാവരണം. അതിന് കുറെ ധർമ്മങ്ങളുണ്ട്. അതിന്റെ ധർമ്മങ്ങൾ എന്താ പറയുക? അത് കണ്ണിനെ സംരക്ഷിക്കുന്നുണ്ട്. കണ്ണിനെ എന്താണ്? പുറത്തുള്ള ആളല്ലേ, അപ്പൊ കണ്ണിനെ സംരക്ഷിക്കുന്നുണ്ട്. പിന്നെ കണ്ണിനെ ഈർപ്പമുള്ളതും വഴുവഴുപ്പുള്ളതും ഒക്കെ ഉണ്ട്. അതായത് കണ്ണിന് എപ്പോഴും ഒരു നനവ് വേണം. കണ്ണ് ഡ്രൈ ആയ അറിയണവർക്ക് അറിയാം. കണ്ണ് ഡ്രൈ ആയ അല്ലെങ്കിൽ വരണ്ട് പോയാൽ ഈ നനവ് ഇല്ലാതെ, അത് ഈർപ്പം ഇല്ലാതായിരിക്കുമ്പോൾ കണ്ണിന് ഭയങ്കര അസ്വസ്ഥത ആയിരിക്കും. അലർജി ഒക്കെ ഉള്ളവർക്ക് അറിയാം. എപ്പോഴും കണ്ണ് ചോർച്ചിലും കണ്ണ് തീരുമാനം തോന്നും, അങ്ങനെയൊക്കെ ഭയങ്കരമായ വേദനകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ നേത്രാവരണമാണ് നമ്മുടെ കണ്ണിനെ നല്ല ഈർപ്പമുള്ളതും അതുപോലെ തന്നെ വഴുവഴുപ്പ്, കണ്ണ് എപ്പോഴും ഒരു വഴുവഴുപ്പില്ലേ, ആ വഴുവഴുപ്പൊക്കെ ഉള്ളതാക്കി വെക്കുന്നത് ആരാണ്? ആരുടെ ഡ്യൂട്ടിയാണ്? ഈ നേത്രാവരണത്തിന്റെ ഡ്യൂട്ടിയാണ്. മനസ്സിലായല്ലോ?
അതുപോലെ തന്നെ പൊടിയും രോഗാണുക്കളും മറ്റു പദാർത്ഥങ്ങളൊക്കെ കണ്ണിലേക്ക് കടക്കുന്നത് തടയുന്നതും നമ്മുടെ ആരാണ്? നമ്മുടെ നേത്രാവരണമാണ്. അപ്പൊ നേത്രാവരണം എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണിന്റെ മുൻഭാഗത്തുള്ള മുൻഭാഗത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന, പൊതിഞ്ഞ് കാണുന്ന ഒരു സ്ഥലം, അതിന് നമുക്ക് പറയാം എന്ത്? നേത്രാവരണം എന്ന് പറയാം. അതിന്റെ ധർമ്മങ്ങളും നമുക്ക് പറഞ്ഞു. ഇനി നമ്മുടെ കണ്ണുനീർ ഗ്രന്ഥികൾ. ഈ കണ്ണുനീർ ഗ്രന്ഥികളാണ് നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്ത് ഉണ്ടാക്കണത്? കണ്ണുനീര് ഉണ്ടാക്കണത്. കണ്ണുനീര് ചിലവർക്ക് ഭയങ്കരമായ പ്രൊഡക്ഷൻ ഉണ്ടാവും അല്ലേ? ചിലർ ചെറിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ കണ്ണീര് ഇങ്ങനെ വരും അല്ലേ? അപ്പോൾ അവർക്ക് എന്താ, അവരുടെ ഈ കണ്ണുനീർ ഗ്രന്ഥികൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നത് നമുക്ക് വെറുതെ പറയാം അല്ലേ? അപ്പോൾ ഈ കണ്ണുനീർ ഗ്രന്ഥി അവര് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? കണ്ണുനീരാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇത് എവിടെയെന്നറിയോ? കൺപോളകളുടെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കൺപോളകളുടെ മുകളിലാണ്. ഇവിടെ കണ്ടോ? ഇവിടെ കണ്ടോ? ഇതാണ് കണ്ണുണ്ടോ? ഇതാണ് നമ്മളെ കണ്ണുനീർ ഗ്രന്ഥി. അപ്പോൾ നമുക്ക് സങ്കടം വരികയോ നമുക്ക് എന്തെങ്കിലും വിഷമം വരുമോ വെച്ചാൽ അപ്പോൾ പ്രവർത്തിക്കും ആര്? നമ്മുടെ ഈ കണ്ണുനീർ ഗ്രന്ഥി. എന്നിട്ട് എന്ത് ചെയ്യും? കണ്ണുനീര് ഉൽപ്പാദനം. അല്ല, നമ്മൾ സങ്കടം വരാമെന്ന് മാത്രം പോരാ, നമ്മുടെ കണ്ണിലോട്ട് വല്ലതും വീണ്, ഒരു പൊടിയോ എന്തെങ്കിലും ഒരു കരട് വീണ് അപ്പോഴും നമുക്ക് കണ്ണുനീര് വരില്ലേ? അപ്പോഴൊക്കെ ആരാ പ്രവർത്തിക്കുക? നമ്മൾ ഈ കണ്ണുനീർ ഗ്രന്ഥി ഉണ്ടോ? ഈ കൺപോളകൾ, ഇതാണ് കൺപോള. ഈ കൺപോളന്റെ ഈ മുകളിൽ ഇവിടെ കാണുന്ന ഇതാണ് നമ്മളെ കണ്ണുനീർ ഗ്രന്ഥി. അപ്പോൾ ഇനി എന്താണ് ഇവന്റെ ഡ്യൂട്ടി? എന്താണ്? ഈ കണ്ണുനീർ ഗ്രന്ഥിന്റെ ഡ്യൂട്ടി എന്താണെന്നറിയോ? കണ്ണുനീര് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലേ? കണ്ണുനീര് ഉണ്ടാക്കുക. അപ്പോൾ ഈ കണ്ണിന്റെ ഉപരിതലത്തെ ഈർപ്പമുള്ളത്, കണ്ണുനീര് എന്ന് പറയുന്നത് എന്താണ്? ഈർപ്പമല്ലേ? ഒരു വെള്ളം പോലെ അല്ലേ? അപ്പോൾ അത് എന്ത് ചെയ്യും? അതൊരു നനവ് ഇങ്ങനെ അവിടെ ഉണ്ടാക്കും. എപ്പോഴും എന്തുണ്ട്? നമുക്ക് നമ്മുടെ നേത്രാവരണം തന്നെ കണ്ണിന്റെ മുൻഭാഗത്തുള്ള അവിടെ നമ്മൾ ഈർപ്പമുള്ളതാക്കിയിട്ടുണ്ട്. കണ്ണുനീർ ഗ്രന്ഥി കണ്ണിന്റെ മൊത്തം എന്തുണ്ട്? കണ്ണിന്റെ ഉപരിതലത്തെ പുറം ഭാഗത്തെ മൊത്തം എന്താണ്? ഈർപ്പമുള്ളതാക്കി മാറ്റുന്നുണ്ട്. അതുപോലെ കണ്ണിന് വേണ്ട പോഷകങ്ങളൊക്കെ ആര് കൊടുക്കുന്നുണ്ട്? കണ്ണുനീര് കൊടുക്കുന്നുണ്ട്. അപ്പൊ കണ്ണുനീര് ആള് ചില്ലറക്കാരനല്ല. വെറുതെ കരഞ്ഞിട്ട് നമ്മൾ കണ്ണുനീര് വേസ്റ്റ് ആക്കാൻ പറ്റില്ല അല്ലേ? ആ കണ്ണുനീര് എന്ത് ചെയ്യണ്ടേ? നമ്മുടെ കണ്ണിന് വേണ്ട പോഷകങ്ങൾ, നമ്മൾ കണ്ണിന് എന്തെല്ലാം വേണ്ടോ ആ പോഷകങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് ആരാണ്? നമ്മളെ കണ്ണുനീരാണ്. അതുപോലെ ഈ പോഷകങ്ങൾ കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ കണ്ണുണ്ടാവണ എന്താണ് മാലിന്യങ്ങൾ ഉണ്ടായിട്ടില്ലേ? വേസ്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ പുറത്തേക്ക് കളയണതും എന്തിലൂടെയാണ്? കണ്ണുനീരിലൂടെയാണ്. അപ്പൊ കണ്ണുനീര് ആള് ചില്ലറക്കാരനല്ല എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ കണ്ണുനീര് പറഞ്ഞാല് എവിടെയാണ്? കണ്ണുനീർ ഗ്രന്ഥികളാണ് കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ കണ്ണുനീരിന്റെ ധർമ്മങ്ങൾ എന്ന് പറഞ്ഞാല് കണ്ണിന്റെ ഉപരിതലത്തെ ഈർപ്പമുള്ളതാക്കുന്നുണ്ട്, കണ്ണിന് പോഷകങ്ങൾ നൽകുന്നുണ്ട്, കണ്ണിനെ സംരക്ഷിക്കുന്നുണ്ട്, കണ്ണിന്റെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? നമ്മളെ കണ്ണുനീർ ഗ്രന്ഥിന്റെ ഉപയോഗങ്ങളാണ്, ധർമ്മങ്ങളാണ്. അപ്പൊ നമ്മുടെ കണ്ണിന്റെ സ്ഥാനം എവിടെയാണ്? കോടരത്തിലാണ് കണ്ണിന്റെ സ്ഥാനം. അതുപോലെ നേത്രപേശികളുടെ ധർമ്മം നമ്മൾ പറഞ്ഞു. കൺപോള, കൺപീലി അതും നമ്മൾ പറഞ്ഞിട്ട് നേത്രാവരണം, കണ്ണുനീർ എന്നിവയുടെ പ്രാധാന്യം നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ബാഹ്യലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന പ്രധാന അവയവമാണ് നമ്മുടെ കണ്ണ് എന്ന് പറഞ്ഞാല്. അതുപോലെ നേത്രകോടരം എന്ന് പറഞ്ഞാൽ എന്താണ്? തലയോട്ടിയിലെ കണ്ണ് സ്ഥിതി ചെയ്യുന്ന കുഴിയാണ് നേത്രകോടരം. ഇനി നേത്രപേശികളാണെങ്കിലോ കണ്ണിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന പേശികൾക്ക് നമ്മൾ എന്ത് പറയാം? നമുക്ക് നേത്രപേശികൾ, കണ്ണിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കാം കേട്ടോ. അതുപോലെ കൺപോള എന്ന് പറഞ്ഞാൽ കണ്ണിനെ പൊടിയിൽ നിന്നും മറ്റ് അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നത് ആരാണ്? നമ്മളെ കൺപോളയാണ്. ഇനി നേത്രാവരണം എന്ന് നമ്മൾ പറഞ്ഞു, കൺപോളകൾ ഉൾപ്പെടെയുള്ള കണ്ണിന്റെ മുൻഭാഗത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥലമാണ് നേത്രാവരണം. അതിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? കണ്ണിനെ സംരക്ഷിക്കുന്നുണ്ട്, ഈർപ്പമുള്ളതും വഴുവഴുപ്പുമുള്ളതുമാക്കുന്നുണ്ട്, പൊടി, രോഗാണുക്കൾ, മറ്റ് പദാർത്ഥങ്ങൾ എന്നിവ കണ്ണിലേക്ക് കടക്കുന്നതും ആര് തടയുന്നുണ്ട്? നമ്മളെ നേത്രാവരണം തടയുന്നുണ്ട്. നേത്രത്തിന്റെ ആവരണാണ്. പിന്നെ കണ്ണുനീർ ഗ്രന്ഥികള് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കേണ്ട കൺപോളകളുടെ മുകളിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? നമ്മൾ കണ്ടല്ലോ, ഫോട്ടോയിൽ കണ്ടല്ലോ അല്ലെ? അപ്പോ ഇനി കണ്ണുനീരിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? കണ്ണിന്റെ ഉപരിതലത്തെ ഈർപ്പമുള്ളതാക്കുന്നുണ്ട്, കണ്ണിന്റെ ഉപരിതലത്തെ ഈർപ്പമുള്ളതാക്കുന്നു, കണ്ണിന് പോഷകങ്ങൾ നൽകുന്നുണ്ട്, കണ്ണിന്റെ മാലിന്യങ്ങളെ പുറത്തേക്ക് കളയുന്നുണ്ട്, ഇതിനൊക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി കണ്ണില് ഒരു എൻസൈം ഉണ്ട്, കണ്ണിന്റെ ഒരു എൻസൈം ഉണ്ട്, അതിന്റെ പേരാണ് ലൈസോസൈം. നമ്മൾ ലൈസോളൊക്കെ കണ്ടില്ലേ? നമ്മുടെ വീട്ടില് നിലം തുടയ്ക്കാനും ക്ലീൻ ചെയ്യാനൊക്കെ നല്ല സ്മെല്ലുള്ള ഒരു ലൈസോൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പൊ അത് ആലോചിക്കുക, ലൈസോള്. അപ്പോൾ ആ ലൈസോൾ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മളെ വീട് നമ്മൾ എന്താണ് അണുബാധയൊക്കെ ഉണ്ടാവാതിരിക്കാൻ അല്ലേ? നമ്മളെ വീട്ടിൽ അണുക്കളൊക്കെ നശിപ്പിക്കാൻ നമ്മൾ നിലം തുടയ്ക്കുമ്പോഴൊക്കെ നമ്മൾ എന്ത് ഒഴിക്കും? നമ്മൾ ലൈസോൾ ഒഴിക്കും. അതേപോലെ ഒരാളാണ് ഇവിടെ ലൈസോസൈം.
ലൈസോസൈം. ലൈസോസൈം. ലൈസ് നമ്മൾ ലൈസ് അല്ലെങ്കിൽ ലൈസോൾ അലയ്ക്കുക അല്ലെങ്കിൽ ലൈസ് അലയ്ക്കുക അല്ല ലൈസോസൈം. അപ്പോൾ അതെന്താണ്? ഇതൊരു എൻസൈമാണ്, കണ്ണുനീരുള്ള ഒരു എൻസൈമാണ്. കണ്ണുനീര് ആള് ചില്ലറക്കാരനല്ല, എന്തെല്ലാം കാര്യങ്ങളാണ് കണ്ണുനീരുള്ളല്ലേ. കണ്ണുനീർ കുറെ ധർമ്മങ്ങളുണ്ട്. അതുപോലെ ആള് ചില്ലറക്കാരനല്ല, ഒരു എൻസൈം പോലും കണ്ണുനീരിൽ അടങ്ങിയിട്ടുണ്ട്. ആ എൻസൈമിന്റെ പേരാണ് ലൈസോസൈം. അപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മൾ അണുബാധ തടയാൻ വേണ്ടി അണുക്കളൊക്കെ അണുനാശിനിയായിട്ട് നമ്മൾ ലൈസോൾ ഉപയോഗിക്കാം അല്ലേ. നമ്മൾ ലൈസോൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബോട്ടിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അതേപോലെ ഈ ലൈസോസൈം എന്താണ്? അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കാൻ ചെയ്യണത്. എന്താ? നമ്മളെ കണ്ണിന് അണുക്കളൊക്കെ പുറത്തുനിന്ന് വരുന്നതൊക്കെ തടഞ്ഞിട്ട് നിൽക്കവിടെ എന്ന് പറഞ്ഞിട്ട് ലൈസോസൈം എന്തുണ്ട്? അണുക്കളെ ഉള്ളിലേക്ക് കടത്തി വിടില്ല. അപ്പോൾ നമ്മളെ കണ്ണീരിൽ അടങ്ങിയ എൻസൈമാണ് ലൈസോസൈം. അത് എന്തിനു സഹായിക്കുന്നുണ്ട്? നമ്മളെ അണുബാധകളിൽ നിന്ന്. ലൈസോസൈം എന്ന് പറഞ്ഞാൽ കണ്ണീരിൽ അടങ്ങിയിട്ട് എൻസൈമാണ്, അണുബാധകളിൽ നിന്നും കണ്ണിനെ സംരക്ഷിക്കുന്നുണ്ട്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ കണ്ണിനെ കുറിച്ചിട്ട് ഇനി നമുക്ക് പറയേണ്ടതാണ് കണ്ണിലെ പാളികളും അനുബന്ധ ഭാഗങ്ങളും. ഇപ്പൊ നമ്മൾ കണ്ണിന്റെ പുറത്തിങ്ങനെ ഇരിക്കുകയാണ്. ഇനി അകത്തേക്ക് വാ, കണ്ണിന്റെ അകത്തേക്ക് വാ. അകത്ത് കുറെ കാര്യങ്ങൾ, നമുക്ക് കുറെ പടലങ്ങളൊക്കെ പഠിക്കാണ്ട്. അപ്പോൾ കണ്ണിന് 3 പാളികളാണുള്ളത്. കണ്ണിന്റെ 3 പാളികളായിട്ടാണ് കണ്ണ് കാണുന്നത്. അപ്പോൾ അതാ കണ്ണ് അവിടെ നമ്മളെ കണ്ണ് വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ സിലറി പേശി, കോർണിയ, ഐറിസ്, പ്യൂപ്പിൾ, ലെൻസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പൊ നമുക്ക് ആദ്യം 3 പാളികൾ പഠിക്കാം. അപ്പോൾ 3 പാളികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാല് ഇതാ ഒന്നാമത്തെ പാളി ഇതാണ് ഒന്നാമത്തെ പാളി. ഈ ഗ്രീൻ കളറിൽ കാണുന്നത്. ഈ പുറത്തുള്ള വൈറ്റ് കണ്ടോ, ഉള്ളിലും കണ്ടോ ഒരു ചുവപ്പ് കളർ പോലെ. ഇതാണ് രണ്ടാമത്തെ പാളി. ഏറ്റവും അകത്ത് കണ്ടോ ഒരു മഞ്ഞ പോലെ കാണുന്നത്. ഇതാണ് മൂന്നാമത്തെ പാളി. ഈ 3 പാളികൾക്കും ഓരോ പേരുണ്ട്. ഒന്നാമത്തെ പുറത്തിരിക്കുന്ന പാളി ദൃഢമായാണ്. പുറത്തിരിക്കണ എപ്പോഴും നല്ല എന്താ പറയാ, ആരും ഉള്ളിക്ക് വരാൻ പാടില്ല. പുറത്തുള്ള നല്ല ശക്തിമാനെ നമ്മൾ പുറത്ത് നിർത്തല്ലേ. അപ്പൊ ദൃഢമായതാണ്. എന്താണ്? ദൃഢപടലം. എന്താണ്? കുറെ പടലങ്ങളാണ്. പടലങ്ങയൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ പടലങ്ങളാണ് കേട്ടോ. അപ്പൊ ദൃഢപടലമാണ് പുറത്തിരിക്കണത്. അതിന് പുറത്തുനിന്ന് ഇത് സിറ്റ് ഔട്ടാണ്, പുറത്താട്ടോ. പുറത്തുനിന്ന് ഉള്ളിക്കാണ് കയറി അവിടെ ഭയങ്കര നോക്കുമ്പോൾ ആകെ രക്തക്കറയാണ്, രക്തം കൊണ്ടൊരു കളിയാണ് അവിടെ കേട്ടോ. അതാണ് രക്തപടലം. അപ്പോൾ പുറത്തുനിന്ന് ശക്തമായ ദൃഢപടലത്തിനെയൊക്കെ വെട്ടിച്ച് നമ്മൾ ഉള്ളിക്ക് കടന്നു നോക്കുമ്പോൾ അവിടെ ആരുണ്ട്? രക്തപടലം. അയ്യോ, രക്തപടലം കാണാൻ വയ്യ, ഓടി ഉള്ളിക്ക്. അപ്പൊ അവിടെ ആരുണ്ട്? ദൃഷ്ടിപടലം. അപ്പൊ ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. 3 പടലങ്ങളാണ്, 3 പാളികളാണ് കേട്ടോ. ഇവര് 3 പേരും എന്താണ്? 3 പേരും പാളികളാണ്. പാളികൾ കേട്ടോ. ഇവിടെ ഇതുകൊണ്ട് എഴുതാൻ ബുദ്ധിമുട്ടാണ്. 3 പേരും ഈ 3 എണ്ണാണ് നമ്മളെ കണ്ണിലെ 3 പാളികൾ. ഏതൊക്കെയാണ്? ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. ക്ലാസ് കേൾക്കുന്നത് കൂടെ തന്നെ പഠിച്ചിട്ടും പോണം കേട്ടോ. അപ്പൊ ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. ഇനി നമുക്ക് ദൃഢപടലത്തിൽ എന്തൊക്കെയുണ്ട്? രക്തപടലം എന്താണ്? അവരുടെ ഡ്യൂട്ടി എന്താണ്? ദൃഷ്ടിപടലം എന്താണ്? അവിടെ ആരൊക്കെയുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമ്മുടെ ദൃഢപടലോട്ട് വരട്ടെ. അതായത് നമ്മളെ പുറത്തിരിക്കണ ദൃഢമായി നോക്കി. അപ്പൊ ഈ വൈറ്റ് ഭാഗം എവിടേക്ക് കാണുന്നു ഇങ്ങനെ പിക്ചറിൽ നോക്കുക. അതായത് നോക്കുക, ഇതാണ് ഇതൊക്കെ ദൃഢപടലാണ്. ഇവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഞാൻ ഗ്രീൻ കളറിൽ കാണിക്കുന്ന നിങ്ങൾക്ക് കണ്ടോന്നും അറിയില്ല. ഈ പുറത്തിരിക്കണോ, ഈ പുറത്തിരിക്കണ ഈ ഭാഗം ഏറ്റവും പുറമെയുള്ള ഭാഗത്താണ് ദൃഢമായ പടലാണ്. അപ്പൊ അതെന്താണ്? അത് ബാഹ്യ പാളിയാണ്. 3 പാളികളാണ് ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. അപ്പൊ ഏറ്റവും പുറത്തുള്ള പാളിയാണ് ദൃഢപടലം. ഇനി ഇതിന്റെ ഡ്യൂട്ടി എന്താണ്? ദൃഢമായതല്ലേ. അപ്പൊ കണ്ണിന് എന്താ കൊടുക്കുക? ഉറപ്പും കൊടുക്കും, സംരക്ഷണവും കൊടുക്കും. കണ്ണിന് ഉറപ്പ്, സംരക്ഷണം എന്നിവ കൊടുക്കുന്നത് ആരാണ്? നമ്മളെ ദൃഢപടലാണ്. ഇനി ദൃഢപടലത്തിലുള്ള ഒരാളാണ് ഈ കോർണിയ. കോർണിയ കണ്ടോ? നമ്മുടെ കോർണിയനെ മാർക്ക് ചെയ്താ ഇവിടേക്ക് ആരോ കൊടുത്ത് നോക്കുക. ഇവിടെയാണ് ഈ കളർ കൊണ്ട് കാണുന്നുണ്ടോ? സെക്കൻഡേ, ഈ കോർണിയ ഈ ഇങ്ങോട്ട് കണ്ട ഈ വൈറ്റിലോട്ടുള്ള ഈ വൈറ്റ് പുറത്തിരിക്കുന്ന ഈ വൈറ്റ് ഭാഗമാണ്. ഈ ഭാഗമാണ് ഈ പുറത്തിരിക്കുന്ന ഈ പാളിയാണ് എന്ത്? നമ്മളെ ദൃഢപടലം. അപ്പോ കോർണിയ എന്ന് പറഞ്ഞ ഭാഗം എവിടെയാണ്? നമ്മളെ ദൃഢപടലത്തിലാണ്. അപ്പൊ കോർണിയ എന്താണ്? കണ്ണിന്റെ പുറത്തുള്ള സുതാര്യമായ മുൻഭാഗമാണ്. കണ്ണിന്റെ കണ്ണിന് പുറത്താണ് സുതാര്യം പറഞ്ഞ ഉള്ളിലേക്ക് നമുക്ക് കാണാൻ പറ്റൂലേ. സുതാര്യമായത് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അകത്തേക്കും പുറത്തേക്കും കാണാൻ പറ്റും. അതാണ്. അപ്പോൾ ഈ സുതാര്യമായ ഭാഗമാണ് എന്ത്? കോർണിയ.
കോർണിയ എന്താണ്? സുതാര്യമായ മുൻഭാഗമാണ്. അപ്പൊ ഇയാളുടെ ഡ്യൂട്ടി എന്താണ്? സുതാര്യമല്ലേ? സുതാര്യമാണെങ്കിൽ ഉള്ളിക്ക് എന്താണ്? ലൈറ്റ് ഒക്കെ ഉള്ളിക്ക് കടത്തി വിടണ്ടേ? അപ്പൊ പ്രകാശത്തെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കും ആര്? നമ്മളെ കോർണിയ. അപ്പൊ കോർണിയ കുട്ടൻ എന്ത് ചെയ്യും? നമ്മളെ പ്രകാശത്തിലേക്ക് ഉള്ളിലേക്ക് പൈക്കോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഉള്ളിലേക്ക് കടത്തിവിടും നമ്മളെ കോർണിയ. അപ്പൊ കോർണിയ എവിടെ ഉള്ളത്? ദൃഢപടലത്തിലാണ് കോർണിയ ഉള്ളത്. കോർണിയ എന്ത് ചെയ്യും? പ്രകാശത്തെ ഉള്ളിലോട്ട് കടത്തിവിടും. ഇനി നമുക്ക് അടുത്ത പടലത്തോട്ട് പോകാം. അടുത്താണ് രക്തക്കളിയുള്ള രക്തപടലമാണ് ഉള്ളത്. അപ്പോൾ രക്തപടലം എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം അവിടെ എന്താണ്? അവിടെ രക്തം ഉണ്ടാവും അല്ലെ? നമുക്ക് രക്തപടലാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഈ രക്തപടലം എന്ന് പറഞ്ഞാൽ ഈ നടുക്കുള്ള ഈ ഒരു എന്താ പറയാ, ഈ ചുവപ്പ് കളറിൽ കണ്ടോ? സോറി, ഇത് പറഞ്ഞത് കേൾക്കണില്ലേ ഈ മൗസിൻ്റെതേ. മതി. അപ്പോൾ ഈ രക്തകളറില ഈ ഭാഗം കണ്ടോ? ഇതൊക്കെ എന്തെല്ലാം പെട്ടതാണ്? ഇതൊക്കെ രക്തപടലത്തിൽ പെട്ടതാണ്. അതെന്താണ്? അത് എന്താണ്? നടുവിലെ, അതായത് ഇത് മധ്യപാളിയാണ്. പുറത്ത് ദൃഢപടലം, അകത്ത് രക്തപടലം. ദൃഢപടലത്തിന്റെയും ദൃഷ്ടിപടലത്തിന്റെയും നടുക്കാണ് ആരുള്ളത്? നമ്മളെ രക്തപടലം ഉള്ളത്. അപ്പോൾ ഇയാളുടെ ഡ്യൂട്ടി എന്താ അറിയോ? ദൃഷ്ടിപടലത്തിന് പോഷകവും ഓക്സിജനൊക്കെ എത്തിച്ചു കൊടുക്കാണ്. അപ്പോൾ ദൃഷ്ടിപടലം ഇവിടെ ഉണ്ട്, ഈ ഉള്ളിലുണ്ടോ? ഇതാണ് ദൃഷ്ടിപടലം. ഇതിന് വേണ്ട പോഷകങ്ങളും നമ്മളെ ഒരു വെയിറ്ററാണ് ഹോട്ടലിൽ ഇങ്ങനെ എത്തിച്ചു കൊടുക്കില്ലേ? എന്താ വേണ്ട സാറിന് കൊണ്ട് എത്തിച്ചു കൊടുക്കില്ല? അതുപോലെ ദൃഷ്ടിപടലത്തിന് ഓക്സിജൻ വേണോ? ഓക്സിജൻ പിടിച്ചോ. പോഷകം വേണോ? പോഷകം പിടിച്ചോ. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊണ്ട് കൊടുക്കുന്ന ആളാണ് ആര്? രക്തപടലം. അപ്പോൾ അതുപോലെ ഒരു ഡ്യൂട്ടി കൂടെ ഉണ്ട്. കണ്ണിന്റെ താപനില ക്രമീകരിക്കുന്നത് ആരാണ്? നമ്മളെ രക്തപടലാണ്. താപം വല്ലാതെ കണ്ണിനൊരു ചൂടുണ്ടായിരിക്കും. വല്ലാതെ ചൂട് കൂടാനും പറ്റില്ല, വല്ലാതെ ചൂട് കുറയാനും പറ്റില്ല. അപ്പൊ ആ ഒരു താപനില ഇങ്ങനെ എന്താണ് പറയുക, ക്രമീകരിച്ച് കൊണ്ടുപോണത് ആരാണ്? നമ്മളെ ഈ രക്തമാണ്. അപ്പൊ രക്തത്തിന്റെ ഡ്യൂട്ടി എന്താണ്? രക്തം പടലത്തിന്റെ രക്തം എന്ന് ആലോചിക്കാം. രക്തത്തിന്റെ ഡ്യൂട്ടി എന്താ? രക്തത്തിൽ കൂടെ പോഷകവും ഓക്സിജനും ഒക്കെ ഉള്ളിലേക്ക് എത്തിച്ചു കൊടുക്കും. അതായത് ഉള്ളിൽ ആരാണ്? മെയിൻ ആള് ദൃഷ്ടിപടലാണ്. മെയിൻ ആൾക്ക് എന്താണ് എത്തിച്ചു കൊടുക്കും? VIP ആണ് ദൃഷ്ടിപടലം. അപ്പൊ വെയിറ്റർ ആണ് രക്തപടലം. അപ്പൊ രക്തത്തിലൂടെ ഓക്സിജനും പോഷകങ്ങളൊക്കെ ഉള്ളിലേക്ക് എത്തിച്ചു കൊടുക്കും. അതുപോലെ കണ്ണിലെ താപനില ക്രമീകരിക്കും. കണ്ണിന്റെ ചൂടാണോ, എത്ര ചൂട് വേണം, അതൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? നമ്മളെ ദൃഷ്ടിപടലാണ്. ഇനി നോക്ക്, ഇങ്ങനെ വരുമ്പോ നമ്മുടെ ഈ രക്തപടലം കണ്ടോ? രക്തപടലം ഈ ചുവപ്പ് ഇങ്ങനെ വരുമ്പോ ചുവപ്പ് ഇവിടേക്ക് ഒരു ആരുണ്ട്. അതാണ് നമ്മളെ സീലിയറി പേശികൾ. കണ്ടോ? സീലിയറി പേശികൾ. എന്ത് പേശിയപ്പോ അത്? സീലിയറി പേശിയോ? സീലിയറി അത് എന്ത് പേശിയാ? ആ പേശിയാണ് നമ്മളെ ആ സീലിയറി പേശിനെ ഇങ്ങനെ നേരെ നോക്കാട്ടെ. ആ സീലിയറി പേശിന്റെ ആരോ വരുന്നത് ഇവിടേക്കാണ്. ഇവിടെ ഉള്ളിൽ നോക്കി ഒരു കോഴിമുട്ട പോലെ അല്ലെങ്കിൽ ഒരു എന്തോ ഒരു ഇതാണ്ട് റൗണ്ടിൽ ഇതാണ്ട് കളർ ചെയ്യണ ഈ സാധനം അതെന്താണ്? അത് ലെൻസാണ്. നമ്മളെ കണ്ണിന്റെ ഉള്ളിൽ ലെൻസ് ഉണ്ട്. കണ്ണിന് ചില്ലറക്കാരല്ല, ഇതാണ് ലെൻസ്. ഈ കളർ ചെയ്യുന്നത് ലെൻസ്. അപ്പോൾ ഈ ലെൻസിനെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഭാഗമാണ് സീലിയറി പേശി അല്ലേ? നോക്ക്, ഈ ലെൻസിനെ ഇവിടെ ഇങ്ങനെ നമുക്ക് പിടിച്ചിരിക്കുന്ന ഇവിടെ ഈ സീലിയറി പേശികള് അവരുടെ ഡ്യൂട്ടി എന്താ അറിയോ? അവര് ഈ കണ്ണിന്റെ വക്രത ക്രമീകരിക്കും. എന്താണപ്പാ വക്രത എന്ന് പറഞ്ഞാല് ചില സമയത്ത് ഈ ലെൻസ് ഒന്നിങ്ങനെ ചെറുതാവേണ്ടി വരും. ചില സമയത്ത് ഇങ്ങനെ വലുതാവേണ്ടി വരും. അതായത് നമുക്ക് ദൂരെയുള്ള കാണാനും അടുത്തുള്ള കാണാനൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ ലെൻസ് ഇങ്ങനെ ഇരിക്കുകയല്ല. ലെൻസ് നീളം അതിൻ്റെ ഇങ്ങനെ വലുപ്പം കുറയും വലുപ്പം കൂടൊക്കെ വേണ്ടി വരും. അതിനെ പിടിച്ചിങ്ങനെ നീട്ടി വലിക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും? അത് കുറച്ചിങ്ങനെ ഈ ഒരു സൈഡിൽ നിന്നും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു സൈഡിൽ നിന്നും ഈ ഒരു സീലിയറി പേശികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വലിച്ചു. അപ്പൊ എന്ത് ചെയ്യും? ഈ ലെൻസും വലിയും. അപ്പൊ ലെൻസ് കുറച്ച് ഇങ്ങനെ നീണ്ടതാവും, മെലിഞ്ഞതാവും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ സീലിയറി പേശി ഇങ്ങനെ താഴോട്ട് വരും, ഇവിടെയും ഇങ്ങനെ താഴോട്ട് വരും. അപ്പൊ എന്ത് ചെയ്യും? ഇത് കുറച്ച് ഉരുണ്ടതാവും ഈ ലെൻസ്. അപ്പോൾ ഈ ലെൻസിന്റെ വക്രത അതിനാണ് പറയുന്നത്. വലുപ്പം കുറയ്ക്കും കൂട്ടൊക്കെ ചെയ്യാം. അതിനാണ് നമ്മൾ വക്രത എന്ന് പറയാം. അപ്പൊ ഈ ലെൻസിന്റെ വക്രത ക്രമീകരിച്ചിട്ട് നമ്മളൊക്കെ ശരിക്കും വസ്തുക്കളെ നമുക്ക് കാണാൻ സഹായിക്കുന്നത് ആരാണ്? നമ്മളെ സീലിയറി പേശികളാണ്. അപ്പൊ സീലിയറി പേശികൾ എന്താ ചെയ്യുന്നത്? നമ്മളെ ലെൻസിന്റെ വക്രത ക്രമീകരിക്കും, എന്നിട്ട് നമുക്ക് കാഴ്ചയെ സാധ്യമാക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ലെൻസിനെ കുറിച്ച് പറയണ്ടേ? അപ്പൊ ഇവിടെ ഉള്ള ലെൻസ് എന്താ അറിയോ? കോൺവെക്സ് ലെൻസ് ആണ്. 2 തരം ലെൻസ് ഉണ്ട്, കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. ഇത് കേവ് അല്ല, ഇത് വെക്സ് ആണ്. വെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നടുഭാഗം ഇങ്ങനെ എന്താ പറയുക വീർത്തിരിക്കും. നോക്കണ്ടോ? നടുഭാഗം ഇങ്ങനെ കേട്ടോ, നടുഭാഗം പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലെൻസാണ് നമ്മളെ കണ്ണിലുള്ളതെന്ന് ആലോചിക്കാം. അതായത് ഗർഭിണിയായ ലെൻസാണ് കോൺവെക്സ് ലെൻസ്. കാരണം എന്താണ്? എപ്പോഴും വീർത്തിരിക്കും. മറ്റേത് കോൺകേവ് എന്ന് പറഞ്ഞാല് ഇങ്ങനെ മെലിഞ്ഞൊട്ടിയിട്ടാണ് ഉണ്ടാവുക. ഇങ്ങനെ ഉണ്ടാവുക, മെലിഞ്ഞൊട്ടിയിട്ടാണ്. എനിക്കൊന്നും വരയ്ക്കുമ്പോൾ ശരിയാണില്ല.
അപ്പോൾ കോൺവെക്സ് അല്ല, ഈ കോൺകേവ് അല്ല, കോൺവെക്സ് ആണ് നമ്മുടെ എന്തുള്ളത്, നമ്മുടെ കണ്ണിലുള്ളത്. അപ്പോൾ ഇനി ഈ ലെൻസ്, നമ്മുടെ ലെൻസ് ഏത് ലെൻസ് ആണെങ്കിലും കോൺവെക്സ് ആയിക്കോട്ടെ കോൺകേവ് ആയിക്കോട്ടെ എല്ലാവരും എന്തുണ്ടാക്കുന്നുണ്ട്, പ്രതിബിംബം ഉണ്ടാക്കുന്നുണ്ട്. അതായത് നമ്മൾ കാണുന്ന വസ്തുക്കളെ ഇപ്പുറത്തൊരു ഫോട്ടോ എടുത്ത് ഇവിടെ വെക്കൂലേ, അതാണ് പ്രതിബിംബം. അത് ഉണ്ടാക്കണത് നമ്മൾ ഈ കോൺവെക്സ് ലെൻസ് എങ്ങനെ ഉണ്ടാക്കാറോ, നമ്മളൊരു വസ്തുവിനെ കാണുമ്പോൾ, നമ്മളൊരു പൂവ് കണ്ടു, അല്ലെങ്കിൽ ഒരു കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്, അത് നമ്മളിങ്ങനെ കണ്ടു, ഇതാ ഈ ഒരു വസ്തു ഇതാ ഇവിടെ എങ്ങനെ എന്തോ ഉണ്ട്, സൂര്യൻ എന്തോ ഉണ്ട് കേട്ടോ, ഇതിനെങ്ങനെ കാണുകയാണെങ്കിൽ നമ്മൾ പ്രതിബിംബം ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുട്ടി ആയിക്കോട്ടെ, ഇതിനെ ഒരു കുട്ടിയാക്കാം നമുക്ക്, ഇതാ ഇങ്ങനെ ഒരു കുട്ടി, ഈ കുട്ടി നമ്മൾ കാണുകയാണെങ്കിൽ ഇതാ ഇപ്പോൾ എങ്ങനെ കാണാന്നറിയോ, നമ്മുടെ കണ്ണിന്റെ ഉള്ളില് ഇതിനെങ്ങനെ കാണുകയാണെങ്കിൽ ഇതിന്റെ ഒരു ചെറുതാണ് കാണാം, ചെറുതും കാണും. അതുപോലെ തല കീഴ് ഇപ്പം നമ്മളിതിനെ കാണുകയാണെങ്കിൽ ഇതിന്റെ തല ഇങ്ങനെ അങ്ങനെയൊക്കെ ഇതിന്റെ ചെറുത് കേട്ടോ, ഇവിടെ ഈ കാണുന്നത് ഇതിന്റെ ചെറുതാണിത്. അതുപോലെ തല കീഴായിട്ടും യഥാർത്ഥമായിട്ടാണ് കാണാം. അപ്പൊ നമ്മൾ കിട്ടുന്ന പ്രതിബിംബം നമുക്ക് എന്താണ്, ചെറുതാണ്, അതുപോലെ തല കീഴായതാണ്, അതുപോലെ എന്താണ് യഥാർത്ഥമായ പ്രതിബിംബമാണ് കിട്ടുക. ഇനി ഈ പ്രതിബിംബം കിട്ടുന്നത് ഇവിടെ ഒന്നും അല്ല കേട്ടോ, ഞാനിതാ ഇവിടെ വെറുതെ വരച്ചാണ്, നമ്മളെ റെറ്റിനയിലാണ്. അപ്പോൾ നമ്മളെ റെറ്റിന എന്താണെന്ന് നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പോൾ റെറ്റിനയിലാണ് നമ്മുടെ റെറ്റിന നമ്മൾ ദൃഷ്ടിപടത്തിലാണ് കേട്ടോ, അതിലൊരു സ്ഥലത്താണ് റെറ്റിന. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ ഇവിടെ കാണുന്ന സാധനം നമ്മൾ ഇങ്ങനെ പോയി കാണുന്നത്, നമ്മൾ ഇത് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഇമേജ് ഇത് സ്റ്റോർ ചെയ്യണത്. അത് നമ്മൾ സ്റ്റോറേജ് നമ്മൾ എവിടെയും പോയി സ്റ്റോർ ചെയ്യില്ലേ, നമ്മൾ ഫോൺ പോലെയാണ്, നമ്മൾ ക്യാമറ പോലെയാണ് നമ്മുടെ കണ്ണ് വർക്ക് ചെയ്യണത്. ക്യാമറ ലെൻസ് അല്ലേ, അതുപോലെ നമ്മൾ കണ്ണിൽ ലെൻസ് അല്ലേ, ക്യാമറ ഫോട്ടോ എടുക്കാനല്ലേ, കണ്ണിൽ നമ്മൾ കാഴ്ചകൾ കാണാൻ ഫോട്ടോ എടുക്കാനല്ലേ. അപ്പോൾ ഇതൊക്കെ ഒരേപോലെയാണ്. പക്ഷേ നമ്മുടെ ക്യാമറയിൽ നമ്മൾ എന്താണ് കാണുന്ന പോലെയല്ല, ഇവിടെ നമ്മൾ തല കീഴായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്, അതിൽ യഥാർത്ഥമാണ് ഉള്ളതിനേക്കാളും ചെറുതായിട്ടാണ് അവിടെ കിട്ടുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ആരുള്ളത്, നമ്മുടെ ലെൻസിനെ കുറിച്ച് പഠിക്കാൻ. ഇനിയാണ് അടുത്ത ആളാണ് നമ്മുടെ ഈ രക്തപടലം ഇങ്ങനെ നോക്കുമ്പോൾ രക്തപടലത്തിൽ അടുത്ത ആളത് ഇവിടെ എനിക്ക് തൂങ്ങിയിരിക്കുന്ന ഒരു ഭാഗം ഇവിടെയുണ്ട്. അതുപോലെ നമ്മളെ സീലറി പേഷ്യന്റ് കുറച്ചും താഴേക്ക് വരുമ്പോൾ ഇവിടെയുണ്ട്, അതിനാണ് പറയുന്നത് ഐറിസ്. എന്താണ് ഐറിസ്? ഐ പറഞ്ഞ കണ്ണല്ലേ, ഐന്റെ റിസ് ആണ് ഐറിസ്. അപ്പൊ എന്താണ് ഐറിസ് നോക്കാം. അപ്പോൾ ഐറിസിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാല് നമ്മുടെ ഐറിസിൽ ഒരു വർണ്ണ വസ്തു, ആള് നല്ല കളർഫുൾ ആണ് ഐറിസ്. ഒരു വർണ്ണ വസ്തു ഒക്കെ അടങ്ങിയിട്ടുണ്ട്, അതിന്റെ പേരാണ് മെലാനിൻ. അപ്പോൾ കണ്ണിന് ഐറിസ് പറഞ്ഞാൽ കണ്ണിന് നിറം നൽകുന്നുണ്ട്. ചിലവരുടെ കണ്ണ് പല രീതിയിൽ, ചില പൂച്ചക്കണ്ണുണ്ടായിരിക്കും, നീലക്കണ്ണുണ്ടായിരിക്കും, കറുത്ത കണ്ണുണ്ടായിരിക്കും, ബ്രൗൺ കണ്ണുണ്ടായിരിക്കും, വെള്ളക്കണ്ണുണ്ടായിരിക്കും. പലർക്കും പല കണ്ണിന്റെ കളർ പലതും ആയിരിക്കും അല്ലേ. അതെന്താണ് അവരുടെ കണ്ണിലുള്ള ഈ ഐറിസിന്റെ കളിയാണ്. ഐറിസ് എന്ത് ചെയ്യും, ഐറിസിന് മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഐറിസ് ഉണ്ടാക്കണ ഒരു വർണ്ണ വസ്തുവാണ് മെലാനിൻ. ഈ മെലാനിൻ കൂടുമ്പോൾ കളർ വേറെ, മെലാനിൻ കുറയുമ്പോൾ കളർ വേറെ, അങ്ങനെയാണ് ഈ കളറിൽ ഉള്ള വ്യത്യാസം വരണത്. അതുപോലെ ഐറിസ് എന്തുണ്ടാക്കണം, ഐറിസ് വർണ്ണവസ്തുവായ മെലാനിൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വേറെ ഡ്യൂട്ടിയാണ് അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്നുണ്ട്. അൾട്രാവയലറ്റ് കിരണങ്ങൾ ഇങ്ങനെ പുറത്തേക്കാണ്ടാലും ആ വായോ പറഞ്ഞിട്ട് ആരാണ് സ്വീകരിച്ചിരിക്കുന്നത്, നമ്മളെ ഐറിസ് അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആഗിരണം ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ദൃഢപടലം പറഞ്ഞു, അതുപോലെ ഇപ്പം നമ്മൾ എന്ത് പറയണേ, നമ്മൾ രക്തപടലം പറയണല്ലേ. ഇനി നമ്മൾക്ക് അതിൽ പറയേണ്ട അടുത്ത ഒരാളാണ് പ്യൂപ്പിൾ. എന്താണ് പ്യൂപ്പിളിനെ കുറിച്ചും കൂടി നമുക്ക് ഇവിടെ പറയാം. ഇവിടെ പ്യൂപ്പിൾ. അപ്പോൾ എന്താണ് പ്യൂപ്പിള്? ഇവിടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പ്യൂപ്പിൾ എന്താണ്, ഐറിസിന്റെ മധ്യത്തിലുള്ള ദ്വാരാണ് അല്ലേ. ഇവിടെ ഐറിസും ഇതും ഐറിസ്, ഈ ഐറിസിന്റെ ഇടയിലുള്ള ഈ ഒരു ദ്വാരത്തിനെയാണ്, ഈ ഒരു ഹോളിനെ നമുക്ക് പറയാം പ്യൂപ്പിളാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഈ പ്രകാശത്തിന്റെ അളവനുസരിച്ച് ഐറിസിൽ 2 തരം പേശികൾ എന്ത് ചെയ്യുന്ന അറിയോ, ഇതിന്റെ വലിപ്പം ക്രമീകരിക്കും. ഭയങ്കര നല്ല പ്രകാശം വരുന്നുണ്ട്, അല്ലെങ്കിൽ ചെറിയ പ്രകാശം ഇരുണ്ട വെളിച്ചാണ്, അപ്പോഴൊക്കെ ഈ ഐറിസ് എന്ത് ചെയ്യും, ചിലപ്പോൾ ഐറിസ് ഇങ്ങനെ താഴോട്ട് നീങ്ങി വരും, ഇവിടെ ഇങ്ങനെ മേലേക്ക് എറിയും. അപ്പോൾ ഇവിടുന്ന് ഉള്ളത്തെ സ്ഥലം എന്താണ് വളരെ കുറയും. അല്ലെങ്കിൽ ഐറിസ് ചിലപ്പോൾ കുറച്ചിങ്ങനെ മേലേക്കാവും. ഇവിടെയും ഐറിസ് ഈ 2 എണ്ണം അങ്ങോട്ട് വലിയും ഇങ്ങോട്ടും വലിയും. അപ്പോൾ എന്താണ് ഇവിടെ ഈ ദ്വാരം പ്യൂപ്പിൾ വലുതാവും. അപ്പോൾ പ്യൂപ്പിൾ വലുതാവും, പ്യൂപ്പിൾ ചെറുതാവും. ഇതിനനുസരിച്ചിട്ട് വരണ പ്രകാശത്തിന്റെ തീവ്രത
തീവ്രതയ്ക്കനുസരിച്ച് നമ്മൾ ഭയങ്കര സൂര്യൻ നട്ടുച്ചയ്ക്ക് സൂര്യനെ പോയി നോക്കി, മുകളിലേക്ക് നോക്കി, അപ്പം എന്ത് ചെയ്യും, അപ്പം നമ്മൾ ഐറിസ് അല്ല വർക്ക് ചെയ്യും. എന്നിട്ട് അവിടെ എന്താണ് അതിൻ്റെ എന്താണോ വലുപ്പം എങ്ങനെ നിങ്ങൾ പഠിക്കട്ടോ, നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ പറയാം. അപ്പോൾ നമ്മൾക്ക് ഈ വലുപ്പം, ഈ പ്യൂപ്പിളിൻ്റെ വലുപ്പം കുറയണോ കൂട്ടണോ ഒക്കെ തീരുമാനിക്കും. അതിനനുസരിച്ച് 2 പേശികളുണ്ട്. അവരിങ്ങനെ ഈ 2 പേശികളുടെ, ഈ ഐറിസിലെ 2 പേശികളുടെ ഡ്യൂട്ടി എന്താണ്? പ്രകാശം. എന്ത് പ്രകാശം വരുന്നത്? തീവ്രപ്രകാശം. തുടങ്ങിക്കോ ഡ്യൂട്ടി. പ്യൂപ്പിൾ കൂട്ടട്ടെ, പ്യൂപ്പിൾ കുറയട്ടെ. അങ്ങനെ ഇവനെ പ്യൂപ്പിളിനെ കുറയ്ക്കണം കൂട്ടണമൊക്കെ ഡ്യൂട്ടിയാണ് ഐറിസിനുള്ളത്. അതുപോലെ തന്നെ ഈ പ്രകാശത്തിന്റെ അളവൊക്കെ നിയന്ത്രിക്കുന്നത് പ്യൂപ്പിളാണ്. എത്ര വരണം, ഉള്ളിലേക്ക് എത്ര കടത്തി വിടണം, നീ എത്ര പോയാൽ മതി, ഇത്രയ്ക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഡോർ അടയ്ക്കും. ഈ ഐറിസ് താഴെ ഇങ്ങനെ അടയുമ്പോൾ, ഇങ്ങോട്ടും വരുമ്പോൾ അടയുമ്പോൾ കുറച്ച് പ്രകാശം ഉള്ളിലേക്ക് കിടക്കും. ഐറിസ് മുകളിലേക്ക് ഇങ്ങനെ വലിഞ്ഞ് ഡോറ് നന്നായിട്ട് ഇതൊരു ഡോറിന്റെ ഒരു പൊളി ഐറിസ്, ഇതൊരു പൊളി. അതായത് ഐറിസ് നമുക്ക് ഡോറായിട്ട് കണക്ക് കൂട്ടാം. അപ്പോൾ നോക്ക്, അപ്പോൾ ഈ ഒരു 2 സൈഡിലും ഡോറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയുമ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് ഇതിൻ്റെ വലുപ്പം കുറയ്ക്കുകയൊക്കെ ചെയ്യാം പ്യൂപ്പിളിൻ്റെ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നമ്മുടെ രക്തപടലത്തിൽ നമ്മൾ സീലിയറി പേശികൾ, അതുപോലെ ഐറിസ്, പ്യൂപ്പിള്, നമ്മളെ ലെൻസ്, ഇവരെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. കോർണിയ എവിടെ പെട്ടതാണ്? കോർണിയ നമ്മളെ രക്തത്തിലല്ല ദൃഢപടലത്തിൽ പെട്ടതാണ് നമ്മുടെ കോർണിയ. ഇനി നമ്മളെ മെയിൻ ആള് VIP ഇതാ കടന്നു വരുന്നത് ആരാണ്? നമ്മളെ ദൃഷ്ടിപടലം. എന്ന് പറഞ്ഞിട്ട് ദൃഷ്ടിപടലം അല്ലെങ്കിൽ റിറ്റിന ഇതാ കടന്നു വരികയാണ്. എന്താണ്? നമ്മളെ ആന്തരപാളിയാണ്, അകത്തുള്ള പാളിയാണ് നമ്മളെ ദൃഷ്ടിപടലം, അകത്തുള്ള പാളിയാണ്. ഇനി ഇവിടെയാണ് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാണ്ട്. എന്തൊക്കെയാണ്? ഇവിടെ പ്രകാശഗ്രാഹി കോശങ്ങളുണ്ട്. അതെന്താണപ്പാ? പ്രകാശഗ്രാഹി കോശങ്ങൾ. നമ്മളെ പ്രകാശഗ്രാഹി എന്നൊക്കെ കണ്ടോ? അപ്പോൾ ഈ പ്രകാശഗ്രാഹി കോശങ്ങൾ ഇവിടെ ഉണ്ട്. അതുപോലെ ഇവിടെയാണ് നമ്മളെ പ്രതിബിംബ രൂപം. ഈ ലെൻസ് ഇവിടെ നിന്നുള്ള ഇമേജ് ഉണ്ടാക്കണത്, ഈ പ്രതിബിംബം ഉണ്ടാക്കണത് കൊണ്ടിട്ട് ഈ റെറ്റിനയിൽ കൊണ്ടിട്ടാണ് ഇമേജ് ഉണ്ടാക്കുന്നത്. ചെറുതും യഥാർത്ഥമായതും തലകീഴായതുമായിട്ടുള്ള ഒരു പ്രതിബിംബം ഉണ്ടാക്കുന്നത് എവിടെയാണ്? നമ്മുടെ ദൃഷ്ടിപടലത്തിലാണ്. മനസ്സിലായോ? ഇനി അപ്പൊ നമുക്ക് പറഞ്ഞു ഇവിടെ എന്തുണ്ട്? പ്രകാശഗ്രാഹി കോശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഈ പ്രകാശഗ്രാഹി കോശങ്ങൾ നോക്കാം. അപ്പോ പ്രകാശഗ്രാഹി കോശങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ 2 തരം കോശങ്ങളാണ്. റോഡ് കോശമുണ്ട്, അതുപോലെ തന്നെ കോൺ കോശങ്ങളും ഉണ്ട്. റോഡ് കോശങ്ങളും ഉണ്ട്, കോൺ കോശങ്ങളും ഉണ്ട്. റോഡ് അതുപോലെ കോൺ നമ്മൾ കോണില്ലേ, കോണൊക്കെ കഴിക്കുന്ന കോണാലേക്ക്, ഒന്ന് റോഡും ഒന്ന് കോണും. അപ്പോൾ പ്രകാശഗ്രാഹി കോശങ്ങൾ ഇവിടെ അടങ്ങിയിട്ടുണ്ട് പറഞ്ഞു. ദൃഷ്ടിപടലത്തില് പ്രകാശഗ്രാഹി കോശങ്ങളുണ്ട്, അതിൽ റോഡ് കോശങ്ങളും ഉണ്ട്, കോൺ കോശങ്ങളുണ്ട്. ഇനി നമുക്കറിയാം റോഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളെ മെയിൻ റോഡില് ബ്ലാക്ക് കളറിലാവും റോഡ് ഉണ്ടാവുക. അതിനിങ്ങനെ എന്താണ് നടുക്ക് കൂടി ഇങ്ങനെ ഒരു വരകളും ഉണ്ടായിരിക്കും അല്ലേ? അപ്പൊ റോഡ് പറഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെ ബ്ലാക്കിൽ ഇങ്ങനെ ഉണ്ടാവും. അതിൽ നമ്മള് ഇങ്ങനെ നടുക്കിൽ വൈറ്റ് വരകളും വെള്ള വരകളും ഉണ്ടായിരിക്കും. അതാലോചിച്ച് നമുക്ക് റോഡ് കോശങ്ങളെ കുറിച്ച് പറയാം. അപ്പൊ ഈ റോഡ് കോശങ്ങൾ എന്തിനാണ് സഹായിക്കുന്നത് അറിയോ? കറുപ്പിലും വെളുപ്പിലും കാഴ്ച സാധ്യമാക്കുന്നത് റോഡ് കോശങ്ങളാണ്. റോഡ് നമ്മളെ വണ്ടി വാഹനങ്ങൾ പോകുന്ന റോഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അപ്പൊ അതേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണാൻ സഹായിക്കുന്നത് റോഡ് കോശങ്ങളാണ്. പിന്നെ ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇരുണ്ടാണ് അല്ലെ? വൈറ്റ് വെളിച്ചാണെങ്കിലും ഇരുണ്ട വെളിച്ചത്തിലും എപ്പോഴും റോഡ് മൊത്തം എടുത്താൽ മൊത്തം ബ്ലാക്ക് അല്ലേ കൂടുതൽ? അപ്പൊ ഇരുണ്ട വെളിച്ചത്തിലും അപ്പൊ നമുക്ക് അതിനോട് ഇതിനെ സാമ്യപ്പെടുത്താം. ഇരുണ്ട വെളിച്ചത്തിലും അതുപോലെ തന്നെ കറുപ്പിലും വെളുപ്പിലും നമുക്ക് കാഴ്ച സാധ്യമാക്കുന്നത് ആരാണ്? നമ്മുടെ റോഡ് കോശങ്ങളാണ്. അപ്പൊ കോൺ കോശങ്ങൾ എന്തായിരിക്കും? നേരെ ഇരുണ്ട വെളിച്ചത്തിലെ റോഡാണെങ്കിൽ കോൺ എന്താണ്? തീവ്ര പ്രകാശത ഭയങ്കര വെളിച്ചത്തിൽ കാണുന്നത് സഹായിക്കണ കോശങ്ങളാണ് കോൺ കോശങ്ങള്. അതുപോലെ ഇവിടെ വെളുപ്പും കറുപ്പും മാത്രമാണെങ്കിൽ കോൺ അങ്ങനെയല്ല. കോൺ കുറച്ച് ജിൽജിൽജാണ്. എന്താണ്? വർണ്ണ കാഴ്ചക്ക് നൽകും. പല കളറുകൾ നമുക്ക് കാണിച്ചു തരും ആ ഒരു കോൺ. അപ്പൊ ഒരാളെ പഠിച്ചാൽ മതി. റോഡ് പഠിച്ചാൽ കോൺ നിങ്ങൾക്ക് കൂടെ അതിന്റെ കൂടെ തന്നെ കിട്ടും. റോഡ് കോശങ്ങള് കറുപ്പിലും വെളുപ്പിലും കാഴ്ചകൾ നമ്മൾ സാധ്യമാക്കും. അതുപോലെ ഇരുണ്ട വെളിച്ചത്തിൽ നമുക്ക് കാഴ്ച സാധ്യമാക്കുന്നതാണ് റോഡ് കോശങ്ങളാണ്. കോൺ കോശങ്ങൾ എന്ന് പറഞ്ഞാൽ തീവ്രപ്രകാശത്തിലും അതുപോലെ തന്നെ വർണ്ണ കാഴ്ചയും നൽകുന്നത് ആരാണ്? നമ്മുടെ കോൺ കോശങ്ങളാണ്. ഇത് രണ്ടാണ് നമ്മളെ പ്രകാശഗ്രാഹി കോശങ്ങൾ. 2 റോഡും കോണും. ഇനി അടുത്താണ് ബൈപോളാർ കോശപാളി. അപ്പൊ ഇതൊക്കെ എവിടെയാണ്? നമ്മളെ ദൃഷ്ടിപടലത്തിലാണ് കേട്ടോ. നമ്മളെ ദൃഷ്ടിപടലം, നമ്മളെ ആന്തരപാളി, നമ്മളെ മെയിൻ ആള്, നമ്മളെ ഉള്ളിലുള്ള ആള്, ഈ പുറത്ത് മഞ്ഞ കളറിൽ കാണാണ്ടോ, ഇതാണ് നമ്മളെ ദൃഷ്ടിപടലം. അപ്പോ അവിടെ അടുത്താണ് ബൈപോളാർ കോശപാളി. അപ്പൊ എന്താണ് ഈ ഇവിടെ കാണുന്നത്? ബൈപോളാർ കോശപാളി. ഇവിടെയാണ് ബൈപോളാർ കോശപാളി. റോഡും കോണൊക്കെ കാണുക ഇവിടെയാണ്. റോഡും കോണൊക്കെ കാണുക ഇവിടെയാണ്. ഇതാണ് ബൈപോളാർ കോശപാളി. അപ്പോ എന്താണ്? പ്രകാശഗ്രാഹികളിൽ നിന്നുള്ള സന്ദേശങ്ങളെ ഗാംഗ്ലിയോൺ കോശങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോ ഇവിടെ നോക്കുമ്പോ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും.
ഇതാണ് ഇതാ ഇതാണ് പ്രകാശഗ്രാഹി കോശങ്ങൾ. അതായത് ഇവിടെ റോഡും ഉണ്ട്, കോണും ഉണ്ട്. ഇവിടെ നിന്നുള്ള സന്ദേശങ്ങളൊക്കെ എവിടേക്ക് എത്തിക്കുക? ഇയാൾ എന്താണ്? മീഡിയേറ്റർ ആണ്, മധ്യസ്ഥനാണ്. ആര്? നമ്മളെ ബൈപോളാർ കോശപാളി ബൈപോളാർ കോശപാളി മധ്യസ്ഥനാണ്. ഇവിടെ നിന്ന് കിട്ടുന്ന ന്യൂസൊക്കെ എവിടേക്ക് കൊണ്ടു കൊടുക്കണം? എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂസുകൾ എത്തിച്ചെടുക്കുന്ന ആളാണ് നമ്മളെ ബൈപോളാർ കോശപാളി. അപ്പോൾ ബൈപോളാർ കോശപാളി എന്താ ചെയ്യുക? അടുത്ത വീട്ടിൽ പോയി, അയൽവാസികളാണ് ആര്? നമ്മളെ പ്രകാശഗ്രാഹി കോശങ്ങളും അതുപോലെ ഗാംഗ്ലിയോൺ പാളി. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ പോയിട്ട് ഇയാൾ പ്രകാശഗ്രാഹിന്റെ വീട്ടിൽ പോയിട്ട് റോഡ് എന്താ കാണിക്കണത്, കോൺ എന്താ കാണിക്കണത് എന്നുള്ള വിശേഷങ്ങളൊക്കെ മിണ്ടാണ്ടിരുന്ന് കേട്ടിട്ട് ഓടിക്കേറി ഇപ്പുറത്തെ വീട്ടിൽ പോയി പറയും. ഗാംഗ്ലിയോൺ കോശപാളിയിൽ പോയി പറയും, അവിടെ റോഡില്ലേ, അങ്ങനെ ചെയ്യുന്നുണ്ട്, ആ റോഡ് കോശം അങ്ങനെ ചെയ്തിട്ടുണ്ട്, ആ പ്രകാശഗ്രാഹി കോശങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ കൊടുക്കുന്നത് ആർക്കാണ്? നമ്മളെ ഗാംഗ്ലിയോൺ കോശപാളിക്കാണ്. ഇപ്പൊ ന്യൂസുകൾ സന്ദേശങ്ങളൊക്കെ എവിടെ എത്തി? ഗാംഗ്ലിയോണിൽ എത്തി. ആരാണ് എത്തിച്ചത്? ബൈപോളാർ കോശപാളി. എവിടെ നിന്നുള്ള സന്ദേശങ്ങളാണ് എത്തിച്ചത്? പ്രകാശഗ്രാഹികളിൽ നിന്നുള്ള ഈ കോശങ്ങളിൽ നിന്നും വിവരങ്ങളൊക്കെ ബൈപോളാർ കോശപാളി വഴി ഗാംഗ്ലിയോൺ കോശങ്ങളിലേക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ ഗാംഗ്ലിയോൺ എന്താ ചെയ്യുക? ഈ കിട്ടുന്ന ന്യൂസ് എന്താ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഗാംഗ്ലിയോൺ എന്ത് ചെയ്യുന്നറിയോ? ഈ കിട്ടുന്ന ന്യൂസുകളൊക്കെ ഇവിടെ ഉണ്ട്, ഇപ്പൊ വിവരങ്ങളൊക്കെ ഇവിടെ എത്തി, സന്ദേശങ്ങളൊക്കെ ഇവിടെ എത്തി. എന്നിട്ട് ഇതാ ഇവിടെ ഈ ഗാംഗ്ലിയോൺ എന്ത് ചെയ്യും? ഇവിടെ നേത്രനാടി ഉണ്ടോ? നേത്രനാടി മെയിൻ ആളാണ്. നമ്മളെ എന്താ ഇപ്പോ മെയിൻ ഇവരുടെയൊക്കെ അച്ഛനാന്ന് വിചാരിച്ചോ. അതായത് പ്രകാശഗ്രാഹിന്റെയും ബൈപോളാറിന്റെയും അതുപോലെ ഗാംഗ്ലിയോണിന്റെ ഒക്കെ മെയിൻ ആളാണ് ആര്? നേത്രനാടി. അപ്പോൾ ഈ ഗാംഗ്ലിയോൺ അങ്ങനെ പോയി പറയും, നേത്രനാടി നോക്കിട്ടോ, അവിടെ അങ്ങനെ ഒരു സന്ദേശം വന്നിട്ടുണ്ട് കേട്ടോ, നമ്മുടെ എനിക്ക് കൊടുക്കുന്നത് ബൈപോളാർ കോശപാളി കേട്ടോ, എനിക്ക് വിവരങ്ങളൊക്കെ കൊണ്ടുവന്നത്. അവനെ പ്രകാശഗ്രാഹിന്റെ അവിടെ പോയപ്പോൾ പ്രകാശഗ്രാഹി പാളി പോയപ്പോഴല്ലേ അവിടെ നിന്ന് ഇങ്ങനത്തെ സന്ദേശങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, അവിടെ എന്തൊക്കെയാ അവർ കണ്ടിട്ടുണ്ട് കേട്ടോ എന്നുള്ള ന്യൂസുകളൊക്കെ ആദ്യം എത്തിച്ചു കൊടുക്കും? നമ്മുടെ ഈ ഗാംഗ്ലിയോൺ കോശപാളി ഗാംഗ്ലിയോൺ പേരൊക്കെ ആലോചിക്കണ്ടോ? ഗാംഗ്ലിയോൺ നേത്രനാടിയിലോട്ട് എത്തിച്ചു കൊടുക്കുകയാണ്, നേത്രനാളിയിലോട്ട് എത്തിച്ചു കൊടുക്കും. അപ്പൊ നേത്രനാളി എന്താ ചെയ്യാ? നേത്രനാടി ഇത് നേരെ കൊണ്ടുപോയിട്ട് മസ്തിഷ്കത്തിലേക്ക് എത്തിച്ചു കൊടുക്കും. നേത്രനാടി ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ന്യൂസ് കിട്ടാൻ കാത്തിരിക്കുകയാണ്. എന്നിട്ട് വണ്ടി ഉയരെ ഓടട്ടെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് എവിടേക്ക് എത്തും? നമ്മളെ മസ്തിഷ്കം ഇവിടെ ഉണ്ട് വെച്ചോ, ഈ മസ്തിഷ്കത്തിലേക്ക് എത്തിച്ചു കൊടുക്കും. മസ്തിഷ്കമേ ഇതാ അവിടെ നിന്ന് ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്, നീ എന്താ വേണ്ട ചെയ്തു എന്ന് പറഞ്ഞാൽ മസ്തിഷ്കം ഇങ്ങനെ അനലൈസ് ചെയ്തിട്ട് അങ്ങനെ കണക്കൊക്കെ കൂട്ടിയിട്ട് ഇത് മറ്റേതല്ലേ, ആ കാഴ്ചയല്ലേ, ഇതിങ്ങനെ ഇത് ഒരു കുട്ടിയുടെ ഫോട്ടോ അല്ലേ, അങ്ങനെയൊക്കെ നമുക്ക് കാഴ്ച നമ്മൾ കാണുന്നത് നമുക്ക് മനസ്സിലാക്കി തരും. ഇത് ആ ഫോട്ടോ ആണല്ലോടാ, ഇതൊരു മരത്തിന്റെ ഫോട്ടോ അല്ലേ, ഇതൊരു പൂവല്ലേ, ഇത് നിന്റെ ഫ്രണ്ട് അല്ലേ, ഇത് നിങ്ങളെ 10ാം ക്ലാസ് ക്ലാസ് റൂം അല്ലേ, ഇങ്ങനെ നമുക്ക് എന്താണോ കാണിക്കുന്നത് അതൊക്കെ പറഞ്ഞു തരും. ആര്? നമ്മുടെ മസ്തിഷ്കം പറഞ്ഞു തരും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിന്നാണ് ഈ തുടങ്ങണത്. പ്രകാശഗ്രാഹി പാളിയിൽ നിന്ന് തുടങ്ങി ബൈപോളാർ കോശം പാളി വഴി ഗാംഗ്ലിയോണിലെത്തി, ഗാംഗ്ലിയോൺ നേത്രനാടിക്ക് കൊടുത്തു, നേത്രനാടി വണ്ടി നേരെ വിട്ടു എവിടേക്ക്? മസ്തിഷ്കത്തിലോട്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ബൈപോളാർ കോശപാളിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ 2 തരം കോശങ്ങൾ അവിടെ ഉണ്ട്. ഓൺ ബൈപോളാർ ഉണ്ട്, ഓഫ് ഓണും ഓഫും, പിന്നെ ബൈപോളാർ ഓൺ ഓഫ് 2 തരം ബൈപോളാർ കോശപാളികളാണ്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഇവിടെ 2 ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു പീതബിന്ദു ഉണ്ട്, ഒരു അന്തബിന്ദു ഉണ്ട്. അന്തമില്ലാത്തൊരു അന്തബിന്ദുവും പീതമുള്ള ഒരു പീതബിന്ദു ഉണ്ട്. എന്താണ് അന്തബിന്ദു? അന്തബിന്ദു പറഞ്ഞാൽ ഈ നേത്രനാടി റെറ്റിനയിൽ നിന്നും ആരംഭിക്കുന്ന ഭാഗമാണ്. ഇതാണ് നമ്മുടെ പീതബിന്ദു. അന്തബിന്ദുവിനെ കുറിച്ച് പറയാം. അന്തബിന്ദു ഇതാണ് അന്തബിന്ദു. ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? നേത്രനാടി ഇങ്ങനെ നേത്രനാടി ഇവിടെ കണ്ടില്ലേ? നേത്രനാടി ആരംഭിക്കുക നമ്മളെ ദൃഷ്ടിപടലത്തിൽ നിന്നും നേത്രനാടി ആരംഭിക്കുന്ന ആ ഒരു പോയിന്റില്ലേ, സ്റ്റാർട്ടിങ് പോയിന്റിനാണ് പറയാം അന്തബിന്ദു. അന്തമില്ലാത്ത ബിന്ദുവിൽ കാഴ്ചയില്ല എന്ന് പറയാം. അന്തമില്ല, അവിടെ എന്തില്ല? അവിടെ പ്രകാശഗ്രാഹി കോശങ്ങളില്ല. പ്രകാശഗ്രാഹി കോശങ്ങൾ ഏതൊക്കെയാണ്? റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. ഇവർ രണ്ടുപേരില്ലെങ്കിൽ എന്താണ്? നമുക്ക് കറുപ്പും കാണില്ല, വെളുപ്പും കാണില്ല, ഇരുണ്ടതും കാണില്ല, വെളിച്ചത് നല്ല തീവ്രപ്രകാശം കാണില്ല, വർണ്ണക്കാഴ്ചകൾ ഒന്നും കാണില്ല. ഇതൊക്കെ കാണിച്ചത് നമുക്ക് ആരാണ്? റോഡും കോണാണ്. ഇങ്ങനെ പ്രകാശഗ്രാഹി കോശങ്ങളൊന്നും ഇല്ലാത്ത ഈ സ്ഥലത്തില് കാഴ്ചയില്ലാത്ത നമ്മൾ എന്ത് പറയും? അന്ധൻ എന്ന് പറയില്ലേ? അപ്പോൾ അന്ധബിന്ദുവാണ്. ഒരു അന്തം ഇല്ലാത്തൊരു ബിന്ദുവാണ് ഇവിടെ, ഒരു കാഴ്ചയില്ലാത്തൊരു ബിന്ദുവാണ് അന്ധബിന്ദു. ഇനി അടുത്തതാണ് നമ്മളെ പീതബിന്ദു. അതെന്താണ്? നമ്മളെ ഈ ദൃഷ്ടിപടലം മൊത്തത്തെ എടുക്കുമ്പോൾ അതിന്റെ ഒരു മധ്യബിന്ദുവാണിത്, നടുക്കായിട്ട് വരും, മധ്യത്തിലുള്ള ആളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കോൺകോശങ്ങൾ ഉള്ളത് ഇവിടെയാണ്. ഏറ്റവും കൂടുതൽ കോൺകോശങ്ങൾ, റോഡല്ല, ഏറ്റവും കൂടുതൽ കോൺ പറഞ്ഞ വർണ്ണക്കാഴ്ച, തീവ്രപ്രകാശം ഇതിനെ സഹായിക്കുന്നതാണ് നമ്മുടെ
കോൺ കോശങ്ങൾ, ഏറ്റവും കൂടുതൽ കോൺ കോശങ്ങൾ ഈ മധ്യബിന്ദുവിലാണ്. അതുപോലെ നമുക്ക് വ്യക്തമായിട്ട് കൃത്യമായിട്ട് കാഴ്ച സാധ്യമാക്കുക. അപ്പൊ ഈ അന്ധബിന്ദുവിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ ഉള്ളത് പീതബിന്ദുവിലുള്ളത്. പീതബിന്ദുവിൽ നമുക്ക് നന്നായിട്ട് കാഴ്ച സാധ്യമാക്കുന്നുണ്ട്. ഇവിടെ കോൺ കോശങ്ങൾ ഏറ്റവും കൂടുതലുണ്ട്. റെറ്റിനയുടെ മധ്യഭാഗമാണ്. അന്ധബിന്ദു എന്ന് പറഞ്ഞാല് നമ്മുടെ നേത്രനാടി ആരംഭിക്കണ ആ പോയിന്റ് ആണ്. അവിടെ ഒരു പ്രകാശഗ്രാഹി കോശങ്ങളില്ല, അവിടെ നമുക്ക് കാഴ്ച സാധ്യമല്ല. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ കണ്ണിലെ 3 പാളികള്: ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. ദൃഢപടലം എന്ന് പറഞ്ഞാൽ ബാഹ്യപാളിയാണ്, കണിഞ്ഞുറപ്പ്, സംരക്ഷണം എന്നിവ നൽകുന്നു. കോർണിയ എന്ന് പറഞ്ഞാൽ സുതാര്യമായ മുൻഭാഗമാണ്, പ്രകാശത്തെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഇനി രക്തപടലം എന്ന് പറഞ്ഞാല് കണ്ണിന്റെ മധ്യപാളിയാണ്. ദൃഷ്ടിപടലത്തിന് പോഷകവും ഓക്സിജനും നൽകുന്നത് ആരാണ്? രക്തപടലാണ്. കണ്ണിലെ താപനില ക്രമീകരിക്കുന്നു. ലെൻസ് എന്ന് പറഞ്ഞാൽ കണ്ണിലെ ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. ലെൻസ് ഉണ്ടാക്കുന്ന പ്രതിബിംബം ചെറുതാണ്, യഥാർത്ഥമാണ്, തല കീഴായതാണ്. പ്രതിബിംബം രൂപപ്പെടുത്തുന്നത് എവിടെയാണ്? റെറ്റിനയിലാണ്. ഇനി സീലിയറി പേശികൾ എന്ന് പറഞ്ഞാൽ ലെൻസിന്റെ വക്രത ക്രമീകരിച്ച് കാഴ്ചയെ സഹായിക്കുന്നത് ആരാണ്? നമ്മളെ സീലിയറി പേശികളാണ്. ഐറിസ് എന്ന് പറഞ്ഞാല് ഐറിസിൽ അടങ്ങിയിട്ടുള്ള ഐറസൽ എഴുതിക്കും കേട്ടോ. അവിടെ ഒരു വള്ളി ഉണ്ടേ. ഐറിസിൽ അടങ്ങിയിട്ടുള്ള വർണ്ണവസ്തു മെലാനിൻ ആണ്. മെലാനിൻ പറഞ്ഞാൽ എന്താണ്? ഐറിസിന് നിറം നൽകുന്നുണ്ട്, അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്നുണ്ട്. പ്യൂപ്പിൾ പറഞ്ഞാല് ഐറിസിന്റെ മധ്യത്തിലുള്ള ദ്വാരമാണ്. പ്രകാശത്തിന്റെ അളവ് അനുസരിച്ച് ഐറിസിലെ 2 തരം പേശികൾ ഇതിന്റെ വലിപ്പം ക്രമീകരിക്കുന്നുണ്ട്. പ്രകാശം കൂടുതൽ കുറവാണോ എന്നൊക്കെ അനുസരിച്ച് അവിടെ മാറ്റം വരുന്നത് നമ്മൾ പറഞ്ഞില്ലേ. പിന്നെ പ്രകാശത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നത് പ്യൂപ്പിളാണ്. ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിന എന്ന് പറഞ്ഞാല് ആന്തരപാളിയാണ്. പ്രകാശഗ്രാഹി കോശങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പ്രതിബിംബം ഇവിടെയാണ് രൂപപ്പെടുത്തുന്നത്. ഇനി പ്രകാശഗ്രാഹി കോശങ്ങളുടെ പറഞ്ഞാല് റോഡും ഉണ്ട്, കോണും ഉണ്ട്. റോഡില് ഇരുണ്ട വെളിച്ചത്തിലും കറുപ്പിലും വെളുപ്പിലാണ് കാഴ്ചയുള്ളത്. കോണില് തീവ്ര പ്രകാശത്തിലും അതുപോലെ വർണ്ണ കാഴ്ചയും സാധ്യമാക്കുന്നത് കോണാണ്. ഇനി ബൈപോളാർ കോശപാളി എന്ന് പറഞ്ഞാല് പ്രകാശഗ്രാഹികളിൽ നിന്നുള്ള സന്ദേശങ്ങളെ ഗാംഗ്ലിയൻ കോശങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? നമ്മൾ പറഞ്ഞു അപ്പുറത്ത് പോയിട്ട് ഇപ്പുറത്തേക്ക് വരുന്ന ആളല്ലേ, അങ്ങനെ ഉള്ള ആളാണ് നമ്മുടെ ബൈപോളാർ. ഇനി ഗാംഗ്ലിയൻ കോശപാളി എന്ന് പറഞ്ഞാല് ബൈപോളാർ കോശപാളിയിൽ നിന്നുള്ള സന്ദേശങ്ങളെ നേത്രനാടിയിലേക്ക് കൈമാറുന്നത് ആരാണ്? നമ്മുടെ ഗാംഗ്ലിയോൺ ആണ്. ഇനി നേത്രനാടി എന്ന് പറഞ്ഞാല് റെറ്റിനയിൽ നിന്നുള്ള സന്ദേശങ്ങളെ മസ്തിഷ്കത്തിലേക്ക് എത്തിച്ച് കാഴ്ച എന്ന അനുഭവം സാധ്യമാക്കുന്നത് ആരാണ്? നേത്രനാടിയാണ്. ഇനി ബൈപോളാർ കോശപാളി എന്ന് പറഞ്ഞാല് ഓൺ ബൈപോളാർ കോശങ്ങളും ഉണ്ട്, ഓഫ് ബൈപോളാർ കോശങ്ങളും ഉണ്ട്. ഇനി അന്ധബിന്ദു ഉണ്ട്, പീതബിന്ദു ഉണ്ട്. അന്ധബിന്ദു പറഞ്ഞാല് നേത്രനാടി റെറ്റിനയിൽ നിന്ന് ആരംഭിക്കുന്ന ഭാഗമാണ്. ഈ ഭാഗത്ത് പ്രകാശഗ്രാഹി കോശങ്ങളില്ല, ഇവിടെ കാഴ്ച സാധ്യമല്ല. ഇനി പീതബിന്ദു പറഞ്ഞാല് റെറ്റിനയുടെ മധ്യഭാഗമാണ്. ഏറ്റവും കൂടുതൽ കോശങ്ങൾ ഇവിടെയുള്ളത്. വ്യക്തമായ കാഴ്ച നമുക്ക് നൽകുന്നത് ആരാണ്? നമ്മളെ അന്ധബിന്ദു ആണ്. അപ്പോ ഇത്ര. അപ്പൊ നമ്മൾ 3 പാളികളെ കുറിച്ചാണ് ഇന്ന് പറഞ്ഞത്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. ദൃഷ്ടിപടലം, രക്തപടലം, ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. അതിൽ കുറേ പുതിയ പേരുകൾ, ന്യൂ വേർഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഐറിസ്, പ്യൂപ്പിള്, കോർണിയ, ലെൻസ്. ഇനി നമ്മൾ ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞാല് നിങ്ങൾക്ക് ആകെപ്പാട് കൺഫ്യൂഷൻ ആവും. അപ്പോൾ ക്ലാസ് നന്നായിട്ട് കേട്ട് ഓരോ ഭാഗങ്ങളും എന്താന്ന് കൃത്യമായിട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ ഓക്കെ, ബൈ. എന്തിനാ വെറുതെ കരണ് സാറ് മോളെ? Ooh.